ഇതുപോലെ നിങ്ങളുടെ മുടി വളരും. ഇവിടെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത്. എന്താണെന്ന് പറയാം, വീഡിയോയിലേക്ക് പോകാം. മുടി വളരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ ഇപ്പൊ പരാജയപ്പെട്ടിരിക്കുകയാണോ? എനിക്ക് അമിതമായിട്ട് ഭയങ്കര മുടിയൊന്നുമില്ല, പക്ഷെ എന്നാലും എൻ്റെ മുടിയെ നല്ല രീതിയിൽ നിലനിർത്താനും മുടി കൊഴിച്ചിൽ മാറ്റാനും എനിക്ക് സഹായിച്ച ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാം. അതും ഉച്ചയിൽ ഇവിടെ നിന്ന് വളരുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ റിസൾട്ട് നൽകുന്ന ഒരു അടിപൊളി സംഭവം എന്താണെന്നുള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയവും ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ തന്നെ കൈ നിറച്ച് മുടി വരുന്നത്, പിന്നെ മുടി കിളിക്കാതിരിക്കുന്നതൊക്കെ. എനിക്ക് മുടി ഭയങ്കരമായിട്ടൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടം വരെ മുടി ഉണ്ടായിരുന്നു. ഇപ്പം അത്രയൊന്നുമില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ എനിക്ക് ഉണ്ടായത്. അല്ലാതെ എനിക്ക് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിച്ചേനെ. എൻ്റെ മുടി കൊഴിച്ചിൽ വന്നത് ഞാൻ എടുക്കുന്ന മെഡിസിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് മുടി കൊഴിച്ചിൽ വന്നത്. അപ്പം ഞാൻ എൻ്റെ മുടി കൊഴിച്ചിൽ ഇനി വരാതിരിക്കാൻ ഞാൻ ഈ ഒരു കാര്യം ചെയ്തു. അങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടി പതിയെ പതിയെ വളരുന്നുണ്ട്. കാരണം ചില മെഡിസിൻ്റെ റിയാക്ഷൻ അങ്ങനെയുള്ള ഉണ്ടായ ഒരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് ഇവിടം വരെ ഒന്നും കാണിച്ചു തരാനില്ല മുടി നോർമൽ രീതിയിൽ. അപ്പം നിങ്ങളും ഇതേ രീതിയിൽ ചെയ്യും. നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി വളരാം. ഇപ്പം എനിക്ക് കണ്ട കുറച്ചൊക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇവിടം വരെ ഉണ്ടായിരുന്നു മുടി. അത് നല്ല സ്ട്രേറ്റ് ഹെയർ, നല്ല കട്ടിക്കുള്ള ഒരു ഹെയർ ആയിരുന്നു എൻ്റെ. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ, മെഡിസിൻ്റെ ആ ഒരു റിയാക്ഷനൊക്കെ കൊണ്ടാണ് എങ്ങനെ ഉണ്ടായത്. എൻ്റെ മുടി കണ്ട് നിങ്ങൾ വിചാരിക്കില്ല നിങ്ങൾക്ക് കിളിക്കില്ല. നിങ്ങൾക്കും കിളിക്കും കേട്ടോ. എനിക്കിപ്പോൾ നാട് ഇങ്ങനെ പൊഴിയത്തൊന്നുമില്ല. നേരത്തെ ഇതിപ്പോൾ ഒരു കൈ പിടിയിന് കിട്ടും. ഇപ്പോൾ അത്രയൊന്നുമില്ല, 1-2 പൊഴിയും. അല്ലാതെ കൂടുതലൊന്നും നേരത്തെ അത്രയൊന്നും പൊഴിയില്ല. എനിക്ക് മാറ്റം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു അടിപൊളി സംഭവമാണ്. എന്തായാലും കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കണേ. പിന്നെ എൻ്റെ മോക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല പോലെ എൻ്റെ മോക്ക് മുടി വളർത്തിയെടുക്കാൻ സാധിച്ചു. പക്ഷേ എനിക്ക് പതിയെ ഉള്ളൂ. കാരണം എൻ്റെ ബോഡിയിൽ മെഡിസിൻ്റെ റിയാക്ഷൻ ഉള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുത്താലേ എനിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മോക്ക് 1 മാസം കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് കണ്ടു തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം വെച്ച്. കാരണം ഇതുണ്ട്, ഇപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു, ഇത്രയേ ഉള്ളൂ എൻ്റെ മുടി. നേരത്തെ ഇതിൽ കൂടുതലുണ്ടായിരുന്നു, മെഡിസിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ്. പക്ഷെ മോക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കൂടെ ഈ ഒരു കാര്യം ഉപകാരപ്പെടട്ടെ. കാരണം പലരും മുടി കൊഴിച്ചിൽ കാരണം വളരെയധികം സങ്കടപ്പെടുന്നവരുണ്ട്, മുടി വളർച്ച ഒട്ടും ഇല്ലാത്തത്. അവർക്കൊക്കെ ഈ ഒരു കാര്യം ഉപകാരപ്പെടും. എൻ്റെ കണ്ട് നിങ്ങൾ ചുമ്മാ വിചാരിക്കരുത്, നിങ്ങൾ എന്തുകൊണ്ട് പെരട്ടുന്നില്ല എന്ന് ചിന്തിക്കരുത്. എനിക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ട് ഇപ്പോൾ നേരത്തേനെക്കാട്ടും കുറച്ചൊക്കെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോക്കാണ് കൂടുതലായിട്ട് സാധിച്ചത്. എന്തായാലും ഞാൻ സംഭവം കാണിക്കാം. ആ ഒരു സംഭവം തയ്യാറാക്കുന്നത്, അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മാസത്തിന് ശേഷമുള്ള മാറ്റവും ഞാൻ മുടിയിലുണ്ടായത് മോളുടെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് സമയം തയ്യാറാക്കിയാലോ. ഞാനിവിടെ ആ ഒരു സംഭവം തയ്യാറാക്കുന്നത് നമ്മുടെ കോഫി പൗഡർ ഉണ്ടല്ലോ, ചെറിയ ടിൻ കോഫി പൗഡർ. ആ ഒരു കോഫി പൗഡറിൻ്റെ ടിന്നിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ഡ്രൈ ആയിരിക്കണം. അതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള അലവേറയുടെ തണ്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അലവേറ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് അലവേറ ജെല്ല് എന്ന് പറയുന്നത്. പിന്നെ ചേർത്തത് നമ്മുടെ സവാളയാണ്. മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അളവുകൾ കൂടുതൽ എടുക്കണം കേട്ടോ. പിന്നെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ചേർത്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ റോസ്മേരിയുടെ ഡ്രൈ ആയിട്ടുള്ളതാണ് ചേർത്തേക്കുന്നത്. അത് ഞാനിപ്പം ഓൺലൈൻ വഴി ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കണം. അത് ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം കരിഞ്ജീരകമാണ് ചേർത്തേക്കുന്നത്. കരിഞ്ജീരകം നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. പിന്നെ ചേർത്തത് ഉലുവയാണ് ചേർത്തേക്കുന്നത്. ഉലുവ ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ അതിനുശേഷം അതിലേക്ക് ആവണക്കെണ്ണ, അതായത് നമ്മുടെ കാസ്റ്റർ ഓയിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഈ കാണുന്ന ഒരു രീതിയിലായിട്ട് കിട്ടും. ഇനി ഇത് നിങ്ങൾ പുറത്ത് വെയിലത്ത് വെച്ചിട്ടാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. നമ്മളിത് വെയിലത്ത് വെച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു എണ്ണയുടെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ആ ഒരു ചേഞ്ച് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കണം. നല്ല വെയിലത്ത് തന്നെ വെക്കാനായിട്ട് നോക്കണം. അതിനുശേഷം മുടിയിൽ
ഓയിൽ തേച്ച് നോർമൽ വാട്ടറിൽ നിങ്ങൾ കഴുകിയാൽ മതി. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ ചെയ്ത് നോക്ക്. ഓയിൽ തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് ഉണ്ടല്ലോ, സ്കാൽപ്പിൽ പറ്റുന്ന രീതിയിൽ തേച്ച് ഒരു നോർമൽ മസാജ് കൊടുക്കണം. പിന്നെ അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലൊരു നല്ല കട്ടിയുള്ള ടവലിട്ട് മുക്കിയിട്ട് ആ വെള്ളം ടവൽ പിഴിഞ്ഞിട്ട് അത് നിങ്ങളെ മുടി കെട്ടി വെക്കുക. അപ്പോൾ ആ ഒരു ടവലിൻ്റെ സ്റ്റീം നമ്മുടെ മുടിക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. കണ്ടോ, മോക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു. കാരണം നല്ല കട്ടിക്കാണ് മോക്ക് ഹെയർ വന്നിരിക്കുന്നത്. എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ കട്ടി മുടി വളർത്തിയെടുക്കാൻ സാധിക്കും. ഇത് ചുമ്മാതെ പറയുന്നതല്ല, ഇത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും കൂട്ടുകാരെ പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.